സംസാരം ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കൊറോണയൊക്കെ ഒരുപാട് വ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ കട്ടിയുള്ള ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ വെക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതിനുമ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈ നാടൻ കോഴിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ, വെളിച്ചെണ്ണ, കറിവേപ്പില, സവോള, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, ഏലക്ക പൊടിച്ചത്, തക്കാളി. ഇനി താളിക്കാൻ വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി. ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കറിവേപ്പില വാടിയില്ലേ, നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ച സവോളയുണ്ട്. 3 സവോള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവോള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങണം. അത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അല്പം മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുപോലെ സവോളയ്ക്ക് നല്ലൊരു കളറും കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. 1/4 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇഞ്ചി 1 ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞങ്ങൾ അരച്ചെടുത്താണ്. ഇനി ഞങ്ങൾ സവോള ഇട്ട ശേഷമാണ് ഈ പേസ്റ്റ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അത് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കണ്ട, നിങ്ങൾ അരിഞ്ഞ് അതേപടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം കറിവേപ്പിലയുടെ കൂടുതൽ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉള്ളി സവോളയുടെ ശേഷം ഞങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴഞ്ഞല്ലേ, എന്നാലേ അത് ഗ്രേവി ആയി കിട്ടുള്ളൂ. ഇഞ്ചിയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. നമുക്ക് ആ ഗ്രേവി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതെല്ലാം വഴറ്റിയെടുക്കാൻ. ഒരുപാട് ചൂട് നമ്മൾ അടി പിടിച്ചു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പം നന്നായിട്ട് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇനി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് അത് ഇളക്കിയെടുക്കണം. അടി പിടിക്കരുത്. അഥവാ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് അല്പസമയം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തതാണ്. നമ്മൾ ആ ചിക്കൻ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആ മസാലകളെല്ലാം ചിക്കന് നന്നായിട്ട് പിടിക്കത്തക്ക നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ചിക്കനിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാവും. നമ്മൾ കഴുകി വെച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചാറ് വെള്ളം കൊണ്ടുകൊണ്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് വേവിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം മതി. ബാക്കി വെള്ളം കോഴിയിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. തിളച്ച് കഴിയുമ്പോൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം മതിയാവും. ബാക്കി നമുക്ക് ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ, അത് വെന്ത് ഇറങ്ങിക്കോളും അതിൻ്റെ അകത്തോട്ട്. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
നല്ല മണം വരുന്നുണ്ടല്ലേ. ഈ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ തിളച്ച് വരുമ്പോൾ നോക്കാം ബാക്കിയില്ലേ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2-3 പൊടികളും കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം പെരിഞ്ജീരകം. ഇത് ഇവിടെ പൊടിച്ചിട്ടില്ല, ഞങ്ങൾ പൊടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പൊടിക്കാതെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നല്ലൊരു സ്വാദും കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണൊക്കെ അല്പം മതി. 2 നുള്ള്. ഒരുപാട് ആകുമ്പോൾ ആ ഏലക്കയുടെ ചൂരുണ്ടാകുമ്പോൾ നമുക്ക് ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. കറിക്ക് ചെറിയൊരു പുളി വരാൻ വേണ്ടി നമ്മൾ ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ആ തക്കാളിയും ഏലക്കാപ്പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അല്പനേരം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കറി ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വേവ് ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒരു 15 മിനിറ്റും കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് നല്ല ഗ്രേവി ആയി വരുന്നുണ്ടല്ലേ. സവോളയൊക്കെ വെന്ത് അലിഞ്ഞ തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് കറിയിലേക്ക്. അപ്പം നമുക്ക് അല്പം ഉപ്പും എല്ലാം ഒക്കെ ചേർന്നോ നോക്കാം. നമുക്ക് ഇട്ട് അല്പം ഏലക്കാപ്പൊടിയൊക്കെ കുറവാണെങ്കിൽ ഒരു തുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ? അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. തക്കാളിയുടെ ചെറിയ പുളിയും ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പം നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്കൊക്കെ ഒഴിച്ചു കൂട്ടാൻ നല്ലതാണ്. ഇപ്പോൾ ഒരു കറി ഇല്ലെങ്കിൽ ചോറിന് പോലും നമുക്കിത് കൂട്ടാവുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വാങ്ങി വെക്കാം. മല്ലിയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. ഞങ്ങളിനി ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വെച്ച് നോക്കാറുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ കറിവേപ്പില കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു കറിവേപ്പില എന്ന് പറഞ്ഞാൽ കറിയുടെ നല്ലൊരു ടേസ്റ്റ് കൂടുന്നൊരു സാധനമാണ്. ഇപ്പോൾ 2 തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ കറിയിലെല്ലാം നല്ല പിടിച്ച മസാലകളും മല്ലിയിലയുടെയും ഏലക്കാപ്പൊടിയുടെ എല്ലാം ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി നല്ല കട്ടിയുള്ള ചാറോടുകൂടി കറി ആയിട്ടുണ്ട്. അപ്പോൾ കറി നമുക്കിവിടെ റെഡി ആയിട്ട് അപ്പോൾ ഒന്ന് താളിക്കാൻ വേണ്ടി നമുക്കൊന്ന് വാങ്ങി വെക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാനും കൂടെ അടുപ്പത്ത് എടുത്ത് വെച്ച് ഇനിയിപ്പോൾ കടുവ് പൊട്ടിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇല്ലാണ്ടാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുവ് പൊട്ടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി തുടങ്ങി. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കറി വെക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റു എണ്ണകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചെറിയുള്ളിയും 2 വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല നാടൻ രീതിയിലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തക്കാളിയൊക്കെ ഇട്ട് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് നന്നായി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഞങ്ങളുടെയൊക്കെ മക്കൾക്കാണ് ഒരുപാട് ഇഷ്ടം. ഞങ്ങൾ ഞായറാഴ്ചകളിലൊക്കെ ചില ദിവസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇനിയിപ്പോൾ പൊറോട്ട, ചപ്പാത്തി, അതുപോലെ തന്നെ പൂരി, അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കപ്പയൊക്കെ ഇപ്പോൾ ചെണ്ടൻ കപ്പ പുഴുങ്ങിയാൽ പോലും അടിപൊളി ടേസ്റ്റായിട്ട് നമുക്കിത് ഈ കറി കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് ചോറിന് കൊടുത്ത് വരെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.